ഹായ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 3-ാം ദിവസത്തിലേക്ക് കടക്കാം. പതിവ് പോലെ ഓയിൽ കൊടുക്കാം. കണ്ടോ, ഓയിൽ ക്യാൻ എടുത്ത് എല്ലാ ഹോളിലും ഞാൻ അന്ന് കാണിച്ചു തന്നപോലെ ഇതിൽ കാണുന്ന എല്ലാ ഹോളിലും ഓയിൽ കൊടുക്കുക. ഡെയിലി ഓയിൽ കൊടുക്കുമ്പോൾ അത്രയും മെഷീൻ നമുക്ക് സ്മൂത്തായി കിട്ടും. ഇനി സൂചി കോർക്കണത് ഇന്നലെ നിങ്ങൾക്ക് നോക്കിയേ, ഇന്നലെ മനസ്സിലായില്ലെങ്കിൽ സൂചി കോർക്കണത് ഇതിലെ, എന്നിട്ട് ഈ ചെറിയ വീലിൻ്റെ ഉള്ളിലൂടെ കണ്ടോ, എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ സൂചി കോർക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇനി ഇതിന് ചെറിയൊരു കുഞ്ഞൊരു ഹോളുണ്ട്. പിന്നെ അതിന് ശേഷം സൂചി കോർക്കുക. സൂചി കോർത്തതിന് ശേഷം ഇന്നലെ ഞാൻ നിങ്ങളെ സ്ക്വയർ പഠിപ്പിച്ചായിരുന്നില്ലേ. അപ്പോൾ സ്ക്വയർ എല്ലാവരും തയ്ച്ച് നോക്കിയോ, സ്റ്റിച്ച് ചെയ്ത് നോക്കിയോ, മനസ്സിലായോ നിങ്ങൾക്ക്? കുറച്ച് 2-3 പീസ് തുണി എടുത്തിട്ട് അങ്ങനെ തയ്ച്ച് പഠിച്ചാൽ നമുക്കേ തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഇന്ന് ഞാൻ എങ്ങനെ ഇതേ ഒരു പീസ് എടുത്തിട്ട്, ഒരു കട്ട് പീസ് എടുത്തിട്ട് ഞാൻ റൗണ്ട് വരച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കണ്ടോ, റൗണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇന്നലെ സ്ക്വയറായിരുന്നു റൗണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റൗണ്ട് നമ്മൾ ഇതിലിങ്ങനെ റൗണ്ട് ഉള്ളിലായിട്ട്, ഇപ്പോൾ ഞാനിത് ഒരെണ്ണേ കാണിക്കണുള്ളൂ, മെഷീൻ കംപ്ലൈൻറ്റ്. നിങ്ങൾ ഈ 3 റൗണ്ട് വരച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, അപ്പോൾ നമുക്ക് വളവൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മൾ ബ്ലൗസ് അതുപോലെ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ കൈക്കുഴി, ആം ഹോള് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വളഞ്ഞു പോവും. അതിങ്ങനെ കണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നു ടീച്ചർ, ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് തുണി മാത്രം നീക്കിയാൽ മതി. ഇന്നലെ സ്ക്വയർ ചെയ്ത പോലെ സൂചി കുത്തി നിർത്തണ്ട, തുണി മാത്രം ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. കണ്ടോ ഇങ്ങനെ റൗണ്ട് തുണി ഇങ്ങനെ നീക്കി കൊടുക്കുക. നമ്മൾ എൻഡ് വരുമ്പോൾ മാത്രം നിർത്തിയാൽ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരുമ്പോൾ നിർത്തി. ഇനി അടുത്ത സ്ക്വയറിലേക്ക് വയ്ക്കുക. അടുത്ത സ്ക്വയറിലേക്ക് വെച്ചിട്ട് വീണ്ടും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്ത് തരുന്നില്ല, നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, അടുത്ത സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആം ഹോളും കഴുത്തൊക്കെ കൈവഴങ്ങും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഇതൊരു പീസല്ലേ, സ്ക്വയർ പീസല്ലേ. അപ്പോൾ ഞാനിതിൽ കർച്ചീഫിൻ്റെ അരിക് അടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതിൽ ഞാൻ ഒരെണ്ണേ അടിച്ചിട്ടുള്ളൂ. നിങ്ങളത് ഈ റൗണ്ട് മൊത്തം നിങ്ങൾ അടിക്കണം. അപ്പോൾ കർച്ചീഫിൻ്റെ അരിക് ആദ്യം ഒരു മടക്ക് കണ്ടോ, ഒരു പ്രാവശ്യം തുണി ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഒരു മടക്കും കൂടി, എന്നിട്ട് പ്രസ് താഴ്ത്തി കൊടുക്കുക, സൂചി കുത്തി നിർത്താം. കണ്ടോ, സൂചി കുത്തി തുണിയിൽ ഇങ്ങനെ നിർത്താം. എന്നിട്ട് 2 മടക്കുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം മടക്കി പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് അതിൻ്റെ അരികിലൂടെ ഇപ്പോൾ അത് ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ പതുക്കെ അടിച്ചു വരുമ്പോഴാണ് ഫിനിഷിങ്. ഒരു അരികിലൂടെ ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് മേലെ വീണ്ടും സൂചി വീലുമ്പോൾ പ്രസ് ചെയ്യുക, സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഈ ഭാഗം ഒരു മടക്കി പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് പിന്നെ പ്രസ് പൊക്കുക, പ്രസ് താഴ്ത്തുക, സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഇന്നലെ സ്ക്വയർ അടിച്ച പോലെ പ്രസ് പൊക്കി ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് പിന്നെ കുത്തി നിർത്തിക്കൊണ്ട് തന്നെ ഒരു മടക്ക്, പിന്നെ അടുത്ത മടക്ക് പിടിച്ച് ചെയ്ത് പ്രസ് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നോക്കൂ, എന്നിട്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ, ആ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. എന്നാലും ഞാനൊരു പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതും പഠിപ്പിച്ചു തരുന്നതേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ
പിന്നെ നിങ്ങൾക്ക് മടക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നിർത്താം. ഇതിന് ഒരു ഇഞ്ച് മേലെ വെച്ചിട്ട് ഇതുപോലെ തന്നെ വീല് പിടിക്കുക, നിർത്തുക. എന്നിട്ട് സൂചി കുത്തി നിർത്തുക. സൂചി കുത്തി നിർത്തിയിട്ട് വേണം പ്രസ് പോക്കാൻ. എന്നിട്ട് ഒരു മടക്ക് കൂടി എന്നിട്ട് പിന്നെയും സൂചി കുത്തി നിർത്തുക, പ്രസ് പോക്കുക. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ 4 വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇത് 4 വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കർച്ചീഫായി. 2-3 കർച്ചീഫ് എടുത്ത് ഇങ്ങനെ ഒട്ടും അറിയാത്തവരിങ്ങനെ ചെയ്ത് നോക്കിയേ, നിങ്ങൾ പഠിച്ചോളും. പിന്നെ അതിന് ശേഷം നാളെ നമുക്ക് 4ാമത്തെ ക്ലാസ്സാണ്. നാളെ ഞാൻ പെറ്റിക്കോട്ട് വെട്ടി സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിച്ചു തരാം. പെറ്റിക്കോട്ട് എന്ന് വെച്ചാൽ ഹാഫ് പെറ്റിക്കോട്ട് വെട്ടി സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അളവൊന്നും അല്ല, അതിന് കത്രികയും ഒരു തുണി എടുത്ത് പിടിച്ചോ. അപ്പോൾ പെറ്റിക്കോട്ടിനൊക്കെ ഇപ്പം നമ്മൾ റൗണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ റൗണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ പെറ്റിക്കോട്ടിന് ആവശ്യം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ താഴെയുള്ള ഫ്രില്ല് വെച്ചത് ഫുൾ പെറ്റിക്കോട്ട് പഠിക്കാം. അതിന് ശേഷം ഓരോന്നോരോന്ന് അങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പോൾ ടവല് ഇത് വെറുതെ നിങ്ങളൊന്ന് സ്ക്വയറാണ്, ഞാനത് ഇന്നലെ നിങ്ങളെ സ്ക്വയർ അടിക്കാൻ പഠിപ്പിച്ചല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു ടവലിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് പറ്റുകയാണെങ്കിൽ. ഒരു ഇപ്പോൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ ഞാനിപ്പോൾ ഈ വരച്ച് തന്നത്, ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ആ പീസ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ടവൽ സ്റ്റിച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു, അതായത് പ്ലെയിൻ തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു എന്ന് പറയാം. പിന്നെ ഇനിയാണ് നമ്മൾ ഡ്രസ്സുകൾ ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ റൗണ്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.